സൂര്യചന്ദ്ര നക്ഷത്ര ധ്യാനം നമ്മുടെ സനാതനധർമ്മത്തിൽ പറഞ്ഞിട്ടുള്ളതാണോ? ഇതിൻ്റെ ഉത്ഭവം എവിടെയാണ്? ഇത് നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നൊക്കെ മനസ്സിലിങ്ങനെ കുറച്ച് നാളായിട്ട് ചിന്തകളുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞാനിതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. മനസ്സിലിങ്ങനെ ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമസ്തേ ഗുരുജി, നമസ്തേ ഗുരുമാം, നമസ്തേ തസ്മൈ കുടുംബാംഗങ്ങളെ. എൻ്റെ പേര് ശ്യാംറോയ് എന്നാണ്. ഞാനൊരു യോഗ ആചാര്യനാണ്. ഇപ്പോൾ ഹോങ്കോങ്ങിലാണ് താമസം. ഇവിടെ യോഗ പഠിപ്പിക്കലാണ് പ്രധാനമായ ജോലി. ഞാൻ ഈ SMS മെഡിറ്റേഷൻ കുറച്ച് നാളായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊരു കാര്യം നാം അറിയണമെന്നുണ്ടെങ്കിൽ അതിനൊരു 3 അവസ്ഥയിലൂടെ കൊണ്ടുപോകണമെന്നാണ് സനാതനധർമ്മം പറഞ്ഞിരിക്കുന്നത്. അതായത് ശ്രവണം, മനനം, നിധിധ്യാസം. ശ്രവണമെന്ന് പറഞ്ഞാൽ വെറും കേൾക്കുക മാത്രമല്ല, അത് മനസ്സിരുത്തി കേൾക്കാനുള്ളൊരു സമ്പ്രദായം ഉണ്ടാക്കണം നമ്മൾ. അതിനുശേഷം അതിനെ മനനം ചെയ്യണം, അതിനെ പഠിക്കണം, അതിനെ മനസ്സിലാക്കണം. അതിനെ മനനം ചെയ്തതിന് ശേഷം പിന്നെ അത് ജീവിതത്തിൽ നമ്മൾ പ്രായോഗികമാക്കണം. അതാണ് നിധിധ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 അവസ്ഥയിലൂടെ കൊണ്ടുപോകാനായിട്ട് ഞാൻ നമ്മുടെ ഈ SMS മെഡിറ്റേഷൻ നോക്കിയപ്പോൾ മനസ്സിൽ പെട്ടെന്ന് ഓടി വന്ന ഒരു വാക്ക് എന്താണെങ്കിൽ യോഗചിത്തവൃത്തി നിരോധ. പതഞ്ജലി യോഗസൂത്രത്തിലെ സൂത്രമാണിത്. അപ്പോൾ ഈ യോഗം ഉണ്ടാകുന്നത് ചിത്തവൃത്തിയിലൂടെയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് പതഞ്ജലി യോഗസൂത്രത്തിൽ 8 അംഗങ്ങളായിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ ഈ 8 അംഗങ്ങളിൽ കൂടെ പോയാൽ മാത്രമേ ഈ യോഗം സംഭവിക്കുള്ളൂ. ഈ 8 അംഗങ്ങൾ എന്തൊക്കെയാണെന്ന് പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് യമം, നിയമം, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. സമാധിയിൽ അങ്ങനെയാണ് എത്തിച്ചേരുന്നത്, യോഗത്തിൽ അങ്ങനെയാണ് എത്തിച്ചേരുന്നത്. ഈ പടികളാണ്, 8 പടികളാണ്. അപ്പോൾ ഇതിൽ യമം എന്ന് പറഞ്ഞത് എന്താണെന്ന് നോക്കി. യമനിയമത്തിൽ പറഞ്ഞിരിക്കുന്ന 5 കാര്യങ്ങൾ അഹിംസ, സത്യം, ആസ്ഥേയ, അപരിഗ്രഹ, ബ്രഹ്മചര്യ. അപ്പോൾ ഈ യമനിയമത്തിൽ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് അഹിംസയാണ്. അഹിംസയെക്കുറിച്ച് തസ്മൈ ഗുരുജി നമ്മളോട് പറയുന്നത് പോലെ ഒരു പക്ഷേ ഭാരതത്തിൽ വേറെ ഏതെങ്കിലും ഒരു ഗുരുക്കന്മാർ ഇത്രയും അതിന് ശക്തി കൽപ്പിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. പിന്നെ സത്യം, സത്യത്തിൽ അടിസ്ഥാനമായിരിക്കണം ജീവിതം, ധർമ്മത്തിൽ അടിസ്ഥാനമായിരിക്കണം ജീവിതം എന്ന് ഗുരുജി എപ്പോഴും പറയും നമ്മളോട് എല്ലാവരോടും. അപ്പോൾ ഗുരുജി പറയുന്ന കാര്യങ്ങളും ഈ അഷ്ടാംഗയോഗത്തിൽ പറഞ്ഞിരിക്കുന്ന യമനിയമങ്ങളും എല്ലാം ഒന്നാണ് എന്ന് ആ കാര്യത്തിൽ എനിക്ക് മനസ്സിലായി. അപ്പോൾ യമം ഇതാണ്. പിന്നെ നിയമത്തിൽ എന്തൊക്കെയാണ് വരുന്നത്? ഈ നിയമത്തിൽ വന്നിരിക്കുന്ന കാര്യങ്ങളും ഗുരുജി ദിവസം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ശൗച്യ, സന്തോഷ, തപസ്, സ്വാധ്യായ, ഈശ്വരപ്രനിധിധാന, ഇതെല്ലാമാണ് നിയമത്തിൽ വന്നിരിക്കുന്ന കാര്യം. യമം കഴിഞ്ഞു, പിന്നെ നിയമത്തിൽ ഇപ്പോൾ ശൗച്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധിയായിരിക്കണം, വൃത്തി ഉണ്ടായിരിക്കണം. ഗുരുജി എപ്പോഴും പറയും നമ്മൾ ബ്രഹ്മജ്ഞാനം പഠിക്കാൻ വന്നിരിക്കുകയാണ്, എല്ലാവരും ശുദ്ധിയായി കുളിച്ച് വൃത്തിയായിട്ടൊക്കെ വന്നിരിക്കണം. പിന്നെ ഒരു സന്തോഷം ഉണ്ടായിരിക്കണം ജീവിതത്തിൽ, ഒരു സംതൃപ്തി ഉണ്ടായിരിക്കണം. ഒന്നും ഇല്ല എന്നുള്ള ഒരു മനസ്ഥിതി വരാൻ പാടില്ല. സന്തോഷം ഉണ്ടായിരിക്കണം, ഉള്ളതിൽ തൃപ്തരായിരിക്കണം. പിന്നെ തപസ്, അതായത് ഒരു ഒരു കൃത്യനിഷ്ഠ ഉണ്ടായിരിക്കണം എല്ലാ കാര്യത്തിലും, ഒരു അച്ചടക്കം ഉണ്ടായിരിക്കണം. തപസ് വരണം. ഒരു ചൂടെന്ന് പറയും, തപസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ചൂടാണ്. നമ്മൾ ഉള്ളിൽ നിന്ന് ഒരു നമുക്ക് അറിയണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരിക്കണം. അപ്പം അത് ആഗ്രഹം വരുമ്പോൾ പിന്നെ സ്വാധ്യായം ഉണ്ടാവും. സ്വാധ്യായം എന്ന് പറഞ്ഞാൽ സ്വയം പഠിക്കാനുള്ളൊരു താല്പര്യം ഉണ്ടാവും. ഇതിനെക്കുറിച്ച് എവിടെ നിന്നൊക്കെ നമുക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും, എന്തൊക്കെയാണ് ജീവിതത്തിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുക. പിന്നെ ഈശ്വര പ്രതിനിധാനം, അതാണ് ഇതിൻ്റെ നിയമത്തിൽ പറയുന്ന അടുത്ത നിയമം. ഈശ്വര പ്രതിനിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രകൃതിയോടുള്ള ഒരു ഭക്തി,
എല്ലാത്തിനോടുമുള്ള ഒരു എന്താ പറയുക, ഒരു അഹംഭാവമില്ലാത്ത ഒരു ഭാവം നമ്മളിൽ ഉണ്ടായിരിക്കണം. ഈശ്വര പ്രതിനിധാനം അത് പ്രധാനമായിട്ട് ഇതിന് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഈ പ്രധാനമായിട്ടുള്ള നിയമങ്ങളും യമയും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായി ചെല്ലുന്നത് അഷ്ടാംഗ യോഗത്തിലെ മൂന്നാമത്തെ പടിയായ ആസനത്തിലേക്കാണ്. ആസനം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സുഖം സ്ഥിരം ഇതി ആസനം, ഇതാണ് യോഗസൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. സുഖവും സ്ഥിരവുമായിരിക്കണം. അത് തന്നെയാണ് ഗുരുജി പറയുന്നത്. ഒരു കസേരയിലിരുന്ന് കൈകൾ കോർത്ത് ചലിക്കാതെ, എന്ത് തന്നെ സംഭവിച്ചാലും ചലിക്കാതെ, അങ്ങനെ ചലനമറ്റ് നമ്മൾ സ്ഥിരമായിട്ട് ഇരിക്കുമ്പോഴാണ് സുഖം സ്ഥിരമാകുന്നത്. അത് സുഖം സ്ഥിരമാകുമ്പോൾ അപ്പോൾ അത് യോഗാസനമായി. അപ്പോൾ ആ യോഗാസനം സംഭവിക്കുമ്പോൾ ആ വ്യക്തിയുടെ ശരീരത്തിൽ പ്രാണൻ്റെ ചലനത്തിൽ വ്യത്യാസം വരും. അതിനെയാണ് നാം പ്രാണായാമം എന്ന് പറയുന്നത്. പ്രാണനിലുള്ള വ്യത്യാസങ്ങൾ സംഭവിക്കുകയാണ്. അങ്ങനെ ഈ യമം, നിയമം, ആസനം ഉണ്ടായപ്പോൾ പ്രാണായാമ സ്വയം സംഭവിക്കുന്നു നമ്മുടെ ശരീരത്തിൽ. ഈ പ്രാണായാമം സംഭവിക്കുമ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമ്മൾ പരിവർത്തനം ഉണ്ടാകുന്ന എന്താണെങ്കിൽ പ്രത്യാഹാര, അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മളുടെ നിയന്ത്രണത്തിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയും വളരെ സുലഭമായിട്ട്. അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ. അതുകൊണ്ടാണ് ഗുരുജി പറയുന്നത് എപ്പോഴും ശ്രദ്ധ പൂർവ്വമധ്യത്തിൽ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുക, മാറ്റരുത് അവിടെ നിന്ന്. ആ ഒരു ശ്രദ്ധ കൊടുക്കാനായിട്ട് നമുക്ക് കഴിവ് വരുന്നത് ഇങ്ങനെയാണ്, ഓരോ പടികളായിട്ട് നമുക്ക് പോകുമ്പോഴാണ് അത് സാധിക്കുന്നത്. അങ്ങനെ ശ്രദ്ധ വരുമ്പോൾ പ്രത്യാഹാരം സംഭവിക്കുമ്പോൾ നമുക്ക് ധാരണയുണ്ടാകുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നോ ആ കാര്യത്തിൽ പരിപൂർണരായിരിക്കാൻ നമുക്ക് സാധിക്കും. ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിൽ മാത്രം ശ്രദ്ധിക്കുക, കുളിക്കുകയാണെങ്കിൽ കുളിക്കുന്നതിൽ മാത്രം, ജോലി ചെയ്യുകയാണെങ്കിൽ ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്ക്, ഏതൊരു പ്രവൃത്തിയിലാണെങ്കിലും അതിൽ 100% നമുക്ക് ഇരിക്കാനുള്ള കഴിവ് നമുക്കിങ്ങനെ വരും. നമുക്ക് ഓരോ പടിയായിട്ട് വന്നു ചേരും അത്. അപ്പോൾ പ്രത്യാഹാരം സംഭവിച്ചു, ധാരണ സംഭവിച്ചു കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ അടുത്തതായിട്ട് സംഭവിക്കുന്നതാണ് ധ്യാനം. ആ ധ്യാനം ഗുരുജി പറയുന്നത് പോലെ നമ്മുടെ ഉണർവിൻ്റെയും ഉറക്കത്തിൻ്റെയും ഇടയിലൂടെ പോകുന്ന ഒരു നമ്മുടെ ബോധം സഞ്ചരിക്കുന്ന ഒരു അവസ്ഥയാണത്. ആ അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരുന്നു. ആ ധ്യാനം ഇടതടവില്ലാതെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നാം ഒരു ദിവസം സമാധിയിലെത്തിച്ചേരുകയാണ്. സമാധി ജീവിതത്തിൻ്റെ പര്യാപ്തമായ ഒരു അവസ്ഥ എല്ലാവരും ആഗ്രഹിക്കുന്ന, എല്ലാ യോഗികളും ആഗ്രഹിക്കുന്നു. പ്രപഞ്ചവുമായി ഒന്നു ചേരുന്ന ആ അവസ്ഥ, സത്യം, സുഖം, അനന്തം, ഇത് ജ്ഞാനം എന്നൊക്കെ പറയുന്ന ആ അവസ്ഥയിൽ എത്തിച്ചേരുകയാണ് നമ്മൾ. ഈ ധ്യാനങ്ങളൊക്കെ നമുക്ക് കിട്ടിയത് എവിടെ നിന്നാണ് എന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചപ്പോൾ നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ള എല്ലാ ധ്യാനങ്ങളും അത് 112 ധ്യാനങ്ങളാണ്. ആ ധ്യാനങ്ങളൊക്കെ നമുക്ക് നൽകിയിട്ടുള്ളത്, നമ്മൾ അറിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണെങ്കിൽ ഭഗവാൻ പരമശിവൻ പാർവതി ദേവിക്ക് അമർനാഥ് ഗുഹയിൽ വെച്ച് സ്വന്തം മടിയിലിരുത്തി അത്ര അടുപ്പത്തോടു കൂടി പറഞ്ഞു കൊടുത്തിട്ടുള്ള ഈ ജ്ഞാനമാണ് ഭൈരവ തന്ത്ര എന്നാണ് ഇതിന് പറയുന്നത്. ഈ 112 വിധത്തിലുള്ള ധ്യാനങ്ങൾ, അതിലുൾപ്പെടുന്ന ധ്യാനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ആ ധ്യാനം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ യോഗസൂത്രം പതഞ്ജലി മഹർഷിക്ക് ഭഗവാൻ ആദിയോഗി പരമശിവൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ചിദംബരത്ത് വെച്ചാണ്. അത് ആർക്ക് വേണ്ടിയാണ് പറഞ്ഞു കൊടുത്തത്? അദ്ദേഹത്തിൻ്റെ ഭക്തനായിട്ട് അന്ന് വന്നത് നമ്മുടെ സാക്ഷാൽ നാഗരാജാവായ ആദിശേഷൻ്റെ അവതാരമായി വന്ന പതഞ്ജലി മഹർഷിക്കാണ്. അത് നൽകിയത് ചിദംബരത്ത് വെച്ചാണ്. അങ്ങനെയാണ് ഈ അഷ്ടാംഗയോഗം ഇന്ന് നമ്മളിലൊക്കെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ അഷ്ടാംഗയോഗത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് തസ്മൈ ഗുരുജി നമുക്ക് പറഞ്ഞു തരുന്നത്. ഇത്രയുമാണ് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയത്. ഇതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണം. എന്നെ നേർവഴി കാണിക്കാൻ ഗുരുജി അനുഗ്രഹിക്കണം. ഈ വാക്കുകൾ ഞാൻ ഗുരുജിയുടെ തൃപാദങ്ങളിൽ അർപ്പിക്കുന്നു. നമസ്തേ.